ഹലോ ഗായ്സ്, ഞാൻ കുറേ നാളായല്ലേ വീഡിയോ ഇട്ടിട്ട്. കുറേ നാളായിട്ടില്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ പോയി കാണണം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്, ലോങ് വീഡിയോ ഒക്കെ ഞാൻ ഇപ്പം കുറവാ, സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി മുതൽ നിങ്ങൾക്ക് ഫുൾ ടൈം എൻ്റെ ലോങ് വീഡിയോ കാണും ഗൈസ്. കാരണം ഞാൻ ഇനി മുതൽ ഫ്രീ ആണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണ്ട കേട്ടോ ഗൈസ്. എനിക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിരുന്ന് സ്റ്റാൻഡിലൊക്കെ കുത്തിയിരുന്ന് വീഡിയോ എടുക്കാൻ മടിയായതുകൊണ്ടും, പക്ഷേ എനിക്ക് ഈ വീഡിയോ എടുക്കണോ അത്യാവശ്യം ഉള്ളതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ എടുക്കണതാ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ വീട് എറണാകുളത്താണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ GCD, അതായത് എറണാകുളം മേനകയിൽ വർക്ക് ചെയ്തിട്ടുണ്ട സമയത്ത് മേനകയിൽ ആ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ ആയിട്ടൊരു കടയുണ്ട്. ആ കടയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവിടുത്തെ ഒരു മുന്തിരി ജ്യൂസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇപ്പോൾ ഇച്ചിരി മുന്തിരി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കണായിരുന്നു. അപ്പം എനിക്ക് ആ കട ഓർമ്മ വന്നു. അപ്പോൾ ഈ അവിടുത്തെ മുന്തിരി ജ്യൂസ് എന്ന് പറയാൻ നേരത്തെ എനിക്ക് എല്ലാ കടയിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയാം. നമ്മൾ സാധാരണ മുന്തിരി ജ്യൂസ് എന്ന് പറഞ്ഞ കടയിൽ ചെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ചൊറിയും. മുന്തിരി ജ്യൂസ് കുടിച്ച് ചൊറിയും. ചില കടകളിൽ നിന്ന് മാത്രമേ എനിക്ക് ചൊറിയാത്ത രീതിയിൽ കിട്ടിയിട്ടുള്ളൂ. ഞാൻ കൂടുതലും ഫ്രഷ് ലൈമാണ് പുറത്തു പോകുമ്പോൾ കുടിക്കാറ്. അപ്പം ഞാൻ ആ കടയിൽ നിന്ന് ഞാൻ കുടിച്ചപ്പോൾ അതിന് 80 രൂപയായിട്ടായിരുന്നു തോന്നുന്നു ജ്യൂസിന്. ഇപ്പോഴും അത് തന്നെ എന്ന് തോന്നുന്നു. കാരണം ഞാൻ ഈ കഴിഞ്ഞൊരു മാസത്തിന് മുന്നേ ഞാൻ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ബ്രൗണി. ഇത് രണ്ടാണ് എനിക്ക് അവിടുത്തെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ എറണാകുളത്ത് വരണമെങ്കിൽ അവിടുത്തെ മുന്തിരി ജ്യൂസും ബ്രൗണിയും കഴിക്കണം. അപ്പോൾ ഇതൊക്കെ പോട്ടെ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മുന്തിരി ജ്യൂസിന് ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ മുന്തിരിയുടെ പൾപ്പില്ല, മുന്തിരിയില്ലേ, അതിന് തോല് കളഞ്ഞിട്ട് ആ മുന്തിരി അതിനകത്ത് കടിക്കാൻ കിട്ടും. തോലുണ്ടാവില്ല. പക്ഷെ ഇത് മുന്തിരി ജ്യൂസ് പോലെ തന്നെ ഇരിക്കണത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ഞാൻ ഒട്ടുമിക്ക സാലറി കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ പോയി കുടിക്കാറുണ്ട്. ഞാൻ രാവിലെ അവിടെ ബസ് ഇറങ്ങണ സമയത്ത് രാവിലെ ഇത് കിട്ടും. അതാണ് എൻ്റെ സ്പെഷ്യല്. രാവിലെ 9 മണിക്ക് എന്നാലും കിട്ടും, 8 മണിക്ക് എന്നാലും കിട്ടും. അപ്പം ഞാനത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്ക് അവിടുത്തെ മുന്തിരി ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതേമാതിരി ഞാനിവിടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ അന്നിങ്ങനെ ആലോചിക്കും ഇവരെങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പക്ഷെ ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഫ്ലോപ്പായി പോവുകയൊക്കെ ചെയ്യും. പിന്നെ അത് ഉണ്ടാക്കണതിന് വേറൊരു കാരണം എന്ന് വെച്ചാൽ നല്ല പഴുത്ത മുന്തിരി ആയിരിക്കണം. കുരുവുള്ള മുന്തിരി കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കുരു നെക്കിക്കളയണം. പക്ഷേ ഇതിനകത്ത് ഞാൻ വീഡിയോ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വീഡിയോ കാണണം. വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോനകത്ത് കയറി കണ്ടാൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചുതരാം. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കത് നിങ്ങളോടത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ തോന്നി. അപ്പോൾ നിങ്ങളത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പോയി കാണുക. ഞാൻ കുടിച്ച് കാണിച്ചു തരാം. ഇതിൽ പഞ്ചസാര കുറച്ചിട്ടാണ് ഗൈസ്, കാരണം എനിക്ക് ഷുഗർ കട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പക്ഷേ ഇല്ലേ, തേനൊക്കെ ഒഴിച്ചാലും ആ ഒരു ഫ്ലോയിൽ വരില്ല. ഞാൻ ആ പഞ്ചസാരയൊക്കെ ഇച്ചിരി ഒഴിച്ച് നമുക്ക് കുടിക്കണേ കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പം ഇത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. അപ്പം ഞാനത് ഇട്ടിങ്ങനെ ഫുൾ വീഡിയോ നിങ്ങൾ കാണാൻ. എന്നിട്ട് നിങ്ങൾ പിറ്റേ ദിവസം തന്നെ മുന്തിരി മേടിച്ച് നിങ്ങൾ അപ്പം തന്നെ ജ്യൂസ് അടിച്ചു വരാം. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം ഗൈസ് എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ മുന്തിരി മേടിച്ചുണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇതിനകത്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി നിങ്ങൾക്ക് മേടിച്ചു തരും. ഏതാ കടയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മേടിച്ചു തരാം. പക്ഷെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു 80 രൂപയുടെ ഒരു ഗ്ലാസ് അത് ഇത്ര ഉണ്ടാവും. ഇച്ചിരി വലുതാണ്. അത് കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറിറയും. പിന്നെ നിങ്ങൾക്ക് വൈകുന്നേരം വരെ ഒന്നും കഴിച്ചില്ലെങ്കിലും സാരില്ല. അപ്പം നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യും, ഞാൻ കൊണ്ടൊന്ന് മേടിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫുൾ വീഡിയോ കാണും. ഓക്കെ, ബൈ. ഓൾറെഡി ഞാൻ പകുതി റെഡിയാക്കി വെച്ചപ്പോഴാണ് വീഡിയോയുടെ കാര്യം ആലോചിച്ചത്. ഇതെങ്ങനെയാണെന്ന് പറയും ഇത് എടുക്കണത്. ഇതിൻ്റെ പൾപ്പ് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഇതിൽ നിന്ന് ഈ ഇതിനകത്ത് കുരുവില്ലാത്ത മുന്തിരിയാണെങ്കിൽ കുഴപ്പമില്ല. കുരുവുള്ള മുന്തിരിയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് മാറ്റാം. കണ്ടാ അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സിങ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഫുള്ളും ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. മിക്സിയിലിട്ട് അടിക്കാൻ പോണത് എങ്ങനെയാണ് ഗായ്സ്. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടാ. ഇതിനകത്ത് ഇച്ചിരി ഉണ്ട്. ഞാൻ എൻ്റെ വേസ്റ്റ് കയ്യിൽ വെച്ചേക്കണതാണ്. നിങ്ങൾക്ക് കുറച്ച് വിയേർഡായിട്ട് തോന്നിക്കാം, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് സാധനമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ മേക്ക് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതിനകത്തേക്ക്
ഒറിജിനൽ മുന്തിരിയും ഇച്ചിരി ഇട്ട് കൊടുത്തേക്കാം. ഇതെൻ്റെ കയ്യിൽ അഴുക്ക് കളറല്ല കേട്ടോ, ഈ മുന്തിരിയുടെ കളർ അതിനകത്ത് മറ്റേ ഇങ്ങനെ നെക്കി എടുത്ത കാരണം നിങ്ങൾക്ക് കുറച്ച് വേടായിട്ട് തോന്നിക്കാം, പക്ഷെ ഇത് അടിപൊളിയാണ് ഇങ്ങനെ ഉണ്ടാക്കണത്. നമുക്ക് എന്നിട്ട് ഈ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഐസ് വെള്ളം ഒഴിക്കാം, പക്ഷെ ഞാൻ ഐസ് വെള്ളം ഒഴിക്കാത്തത് എനിക്ക് തൊണ്ടവേനായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളം മതി. എന്നിട്ട് നമുക്ക് മേടിച്ചിട്ട് വരാം. ഐസ് ഇതില്ലേ, ഒരു അരിപ്പ വെക്കണം. അരിപ്പ വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഗൈസ്. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. നല്ല പഴുത്ത മുന്തിരി എടുക്കാൻ നോക്കാം, എന്നാലും നല്ല മധുരം ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കൊരു ഹാപ്പിനെസ്സാണ് ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ.